എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും സാംസ്കാരികപരമായും ഒരു സമ്പൂർണതയിലേക്ക് വന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിക്കാനിടയായത്. ഗലാത്യലേഖനം 4:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു എന്നാണ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1:18 യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയും പറഞ്ഞിട്ടുണ്ട്. ഓഗസ്തോസ് കൈസർ റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരിക്കുന്ന കാലം, അതായത് രാജ്യം അഥവാ സാമ്രാജ്യം വളരെ ഉന്നതിയും അതുപോലെ വിശാലവും വളരെയധികം സമ്പന്നവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. അതായത് എല്ലാ റോമാക്കാരും അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന സകല വ്യക്തികളും അത് അവരവരുടെ പിതൃ നഗരത്തിൽ വന്ന് പേർ വഴി ചാർത്തണം അഥവാ ജനസംഖ്യ എടുക്കണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ അത് എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയും വിവരങ്ങൾ അറിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗലീലയിലെ നസ്രത്തിൽ ഒരു സാധു കുടുംബം ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ പേര് ജോസഫ് എന്നും തനിക്ക് വിവാഹം നിശ്ചയിച്ചതായ ഭാര്യയുടെ പേര് മറിയ എന്നുമായിരുന്നു. അവരും അവരുടേതായ പിതൃനഗരമായിരിക്കുന്ന ബെത്ലഹേമിലേക്ക് എത്തേണ്ടത് ആവശ്യമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബെത്ലഹേം ദാവീദിന്റെ നഗരമാണ്. അതായത് ജോസഫ് ഈ ദാവീദിന്റെ രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. സാധുക്കളാണെങ്കിലും രാജകുടുംബ പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു ജോസഫ്. അങ്ങനെ അവിടേക്ക് കടന്നു പോവുക. ഈ 85 മൈൽ ദൂരമുണ്ട് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഉള്ള യാത്ര എന്ന് പറയാൻ ദുർഘടമാണ്. ഇന്നത്തെ പോലുള്ളതായ വാഹനങ്ങളില്ല, അതുപോലെ നല്ല റോഡുകളില്ല, അതിനുള്ളതായ സാഹചര്യങ്ങളൊന്നും ഇല്ല. ഭക്ഷണം വഴിയിൽ കിട്ടാനായിട്ടില്ല. ഇങ്ങനെയുള്ളതായ സ്ഥിതിവിശേഷമായിരുന്നു. പറഞ്ഞാൽ മലകളും കുന്നുകളും ആറുകളും പുഴകളും അതുപോലെ തന്നെ ഇടുങ്ങിയതും അതുപോലെ കയറ്റവും ഇറക്കവും എല്ലാം ഉള്ളതായ ആ ഊടുവഴിയിലൂടെയാണ് ഇവരുടെ ഈ 85 മൈല് ദൂരത്തുള്ള യാത്രയും. അങ്ങനെ ഇവര് ബെത്ലഹേമിൽ എത്തിയപ്പോ മറിയ ഈ ദീർഘദൂര യാത്ര കാരണം അവൾ വളരെയധികം ക്ഷീണിതയായിരുന്നു. അതുപോലെ തന്നെ യോസഫിനെ സംബന്ധിച്ച് യോസഫിനും ശാരീരികമായ ക്ഷീണം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ക്ഷീണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാത്രി എവിടെ രാവാർക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളതായ വലിയ ചിന്താഭാരം യോസഫിനുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ വീടുകളിൽ പോയി മുട്ടിയെങ്കിൽ തന്നെ അവരാരും ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല. അതിനുശേഷമാണ് അവര് സത്രത്തിലേക്ക് കടന്ന് വഴിയമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വഴിയമ്പലവും നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വഴിയമ്പലത്തിൽ അവര് ചെന്ന് കഴിയുമ്പോൾ അവിടെ വെച്ച് മറിയയ്ക്ക് അതായത് പ്രസവത്തിലുള്ള സമയം അടുത്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് 2:6 അവർ അവിടെ ഇരിക്കുമ്പോൾ, എവിടെ ഈ സത്രത്തിൽ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിന് കാലം തികഞ്ഞു. യാത്രക്കാരുടെ വാഹനമൃഗത്തെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയൊക്കെ കെട്ടുവാനായിട്ടുള്ളതായ ഈ സത്രത്തോട് ചേർന്ന് ഈ വഴിയമ്പലത്തോട് ചേർന്ന് ലയം പോലുള്ളതായ വലിയ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടാവും. അപ്പൊ അതിന് ചുറ്റിലുമായിട്ട് ഈ മൃഗങ്ങളെ കെട്ടും. അതിന്റെ മധ്യഭാഗം അതിന്റെ നടുഭാഗത്ത് അതായത് വൈക്കോല് അതിനുള്ള തീറ്റയിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ സത്രക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താട്ടെ. അതായത് അവര് സത്രത്തിരിക്കുമ്പോൾ വേദന ഉണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 2:7 നാം ഇങ്ങനെ വായിക്കും: അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് അവര് ഈ വഴിയമ്പലത്തിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് പ്രസവത്തിന്റെ സമയം തികഞ്ഞു. മാത്രമല്ല അവൾ അവിടെ കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകൊണ്ട് കിടത്തുവാൻ, അതായത് സ്ഥലമില്ലായകൊണ്ട് അവിടെ ഇങ്ങനെ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിൽ, തൊട്ടടുത്തുള്ളതായ പശുത്തൊട്ടി, അതായത് ഞാൻ പറഞ്ഞല്ലോ വാഹനമൃഗങ്ങളെയും അതായത് വളർത്തു മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് കെട്ടുന്നതായി ചുറ്റും കെട്ടും. ഇതിന്റെ മധ്യഭാഗത്ത് ഇതിന് വൈക്കോല കെട്ടുകൊടുക്കാനുള്ളതായ സ്ഥലമുണ്ടായിരിക്കും. അവിടെ ഇവർക്ക് കിടക്കാം. അങ്ങനെയുള്ള സ്ഥലമാണ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് അതായത് സത്രക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അവിടെയാണ് ഇവർ കിടത്തിയത്. അതാണ് പശുത്തൊട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെയാകുമ്പോൾ യേശു ഇവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ അതേ ആ ലൂക്കോസ് 2:7 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത്
അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിൽ കിടത്തി. അപ്പൊ കിടത്താനുള്ള സ്ഥലം അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്കും ആ കുഞ്ഞിന് കിടക്കാനുള്ള സ്ഥലം വഴിയമ്പലത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ പശുത്തൊട്ടിയിലാണ് അവരെ കിടത്തിയത് എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഈ വാക്യം സശ്രദ്ധമായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആകയാൽ അവിടെ യോഹന്നാന്റെ സുവിശേഷം 1:11 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ആകയാൽ ആട്ടിടയന്മാര് ആണ് ആദ്യമായിട്ട് ഈ വിവരം അറിഞ്ഞിട്ട് യേശുവിനെ കാണാനായിട്ട് വന്നത്. അതായത് ഏറ്റവും വലിയ സാഹചര്യത്തിൽ ജനിച്ചതായ ആ ശിശുവിനെ ബെത്ലഹേമിലെ പൗരന്മാർ ആരും ശ്രദ്ധിച്ചില്ല. അവിടെയുള്ളതായ രാജാക്കന്മാരോ അവിടെയുള്ളതായ പ്രമാണിമാരോ അവിടെയുള്ളതായ മറ്റ് സാധാരണക്കാരായ ജനങ്ങളോ ആരും അവന് ശ്രദ്ധിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി എന്ന് നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2:8 വാക്യം ഇങ്ങനെ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:8 വാക്യം: അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻ കൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി അവർ ഭയപരവശരായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ ആ രാത്രിയിൽ, ഈ ശിശു ജനിച്ച ആ രാത്രിയിൽ, ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആടുകളെ കാവൽ കാത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ അവർ വല്ലാതെ ഭയപരവശരാണ്. എങ്ങനെയാണ് ചോദിച്ചാൽ, ഈ ആടുകളെ കള്ളന്മാരോ കവർച്ചക്കാരോ പിടിച്ചുകൊണ്ട് പോകുമോ? അതായത് അതിശൈത്യമാണ്. ഈ ശൈത്യത്തിൽ കിടന്ന് ഞങ്ങൾക്ക് രോഗം ബാധിക്കുമോ? മാത്രമല്ല ഈ കമ്പിളി രോഗത്തിന് വില കുറയുമോ? അങ്ങനെയുള്ളതായ പലവിധത്തായ അസ്വസ്ഥതകളുള്ള നിറഞ്ഞിരിക്കുന്നതായ ഭയപരവശരായിരുന്നു ആര്? ഈ ആട്ടിടയന്മാർ. അതിൻ്റെ ഇടയിലാണ് എന്നറിയാം ദൂതൻ വന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവിക തേജസ് അവിടെ വിളങ്ങിയപ്പോൾ ആ പ്രകാശവലയത്തിൽ അവരുടെ ഭയം ഒന്നുകൂടെ വർദ്ധിച്ചു. ആകെ പരതന്ത്രരായി. എന്താണ് സംഭവിക്കുന്നത് അവർ ചിന്തിച്ചു. അപ്പോഴാണ് ആ ദൂതൻ പറഞ്ഞ കാര്യം നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൂതൻ അവരോട്: സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതായ സദ്വാർത്ത ദൂതൻ അറിയിച്ചു. എന്നതാണ് ആരംഭത്തിൽ പറഞ്ഞത്. അതായത് ആ ബെത്ലഹേമിലുള്ള പ്രമാണിമാരോ രാജാക്കന്മാരോ അല്ലെങ്കിൽ അവിടെയുള്ളതായ പ്രമുഖരായിരിക്കുന്ന വ്യക്തികളോ സാധാരണക്കാരും അറിയാതിരുന്നപ്പോൾ സന്തോഷിച്ചത് ദൂതന്മാരാണ്. ആ ദൂതന്മാര് തങ്ങളുടെ സന്തോഷം അറിയിപ്പാൻ വന്നതാരെന്നറിയാവോ? അതായത് ഈ ആട്ടിടയന്മാർ, അവിടെ വെളിപ്രദേശത്ത് ആടുകളെ കാവൽ കാത്തു കിടന്നതായ ആട്ടിടയന്മാരാണ് വന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾക്കുണ്ടാവാനുള്ളതായ ഒരു മഹാസന്തോഷം, സർവ്വജനത്തിനുണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ദൂതനോട് ചേർന്ന് തന്നെ ദൂതന്മാരുടെ ഒരു വലിയ സംഘം ചേർന്ന് ഒരു പാട്ടുകൂടി പാടി. ആ പാട്ട് എങ്ങനെയായിരുന്നു? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് വളരെ അവരെല്ലാം ഈ ദൂത വൃന്ദം ഒരുമിച്ച് കൂടി അവരുടെ പാട്ട് പാടുവാനിടയായി. എന്നാൽ ഈ അവിടെ വ്യക്തമായിട്ട് ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിനെ തെറ്റായിട്ടാണ് ഇന്ന് പലരും പറഞ്ഞു കേൾക്കുന്നത്. അതായത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഇന്ന് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നതും ചുമരുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ തെറ്റാണ്. ഇതിന്റെ പട്ടണത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനാരും കാശ് കൊടുക്കേണ്ടി വന്നില്ല. അതാർക്കും ഒരു ബുദ്ധിമുട്ടായി തീർന്നില്ല. ഇന്ന് പലർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുക. കാരണം വെച്ചാൽ ഈ കരോൾ പിരിവുകാർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ വാതിലടച്ച് അകത്ത് ഉറങ്ങുന്ന മട്ടിൽ ആ ഭാവത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കാനായിട്ട് അവര് തയ്യാറാകുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ ചെയ്യുന്നത് 100% തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. യേശുവിന്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ശ്രദ്ധിച്ചേ. അപ്പൊ ദൂതന്മാർ യേശു ജനിച്ച വാർത്ത അറിഞ്ഞിട്ട് ഈ ദരിദ്രന്മാരുടെ അടുക്കൽ വന്നിട്ട് ഒരു നെല്ലിക്കാശ് പോലും വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കൂട്ടരെ നമ്മളവിടെ കാണുന്നുണ്ട്, വിദ്വാൻമാർ. അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു വിശിഷ്ട നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് അവർ കിഴക്ക് നിന്ന് വന്നതായി ജ്യോതിശാസ്ത്രജ്ഞന്മാർ അഥവാ അവരാണ് വിദ്വാൻമാര്. അവർ വന്നെത്തിയത് പശുത്തൊട്ടിയിലായിരുന്നില്ല. ഒരു വലിയ ഒരു ചിന്താക്കുഴപ്പമുണ്ട്. ചിന്താക്കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് വചനം വായിക്കാത്തതുകൊണ്ടും അത് ഗ്രഹിക്കാത്തതുകൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഏത് ബൈബിളിലാണെങ്കിലും ആ വാക്യം നിങ്ങൾ എടുത്തു വായിക്കണം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം
അതിൻ്റെ 9 മുതൽ 11 വരെയുള്ളതായ ആ 2 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ. അതായത് രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പൊ ഈ നക്ഷത്രം, കിഴക്ക് കണ്ട നക്ഷത്രം, ആ നക്ഷത്രത്തെ പിന്തുടർന്നാണ് ആര് വരുന്നറിയാം, വിദ്വാൻമാര് യാത്ര പുറപ്പെട്ടത്. അവർ വന്നിട്ട് ഈ നക്ഷത്രം വന്നു നിന്നത് എവിടെയാണെന്നറിയാമോ? ഒരു വീടിന്റെ മുകളിലാണ് ഈ നക്ഷത്രം വന്നു നിന്നത്, അല്ലാതെ പശുത്തൊട്ടിലല്ല. യേശു ജനിച്ച അന്ന് ഒന്നും വിദ്വാൻമാർ എത്തിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിദ്വാൻമാർ വരുന്നത് എവിടെ നിന്നാണ്? ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്, കിഴക്ക് നിന്നാണ്. അപ്പൊ കിഴക്കൻ രാജ്യങ്ങളായിരുന്നു അന്ന് ഏറ്റവും വലിയ ജ്യോതിശാസ്ത്രത്തിൽ മുൻപന്തിയിൽ നിന്നത്. അവിടെ നിന്നാണ്, അത് മറ്റ് രാജ്യത്തു നിന്നാണ് അവർ വരുന്നത്. അവർ ഈ നക്ഷത്രം കണ്ടിട്ടാണ് വരുന്നത്. നക്ഷത്രം രാത്രിയിൽ മാത്രമേ കാണുള്ളൂ, പകൽ കാണില്ല. അപ്പൊ രാത്രിയിലാണ് ഇവരുടെ യാത്ര. ഈ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മോട്ടോർ കാറുകളോ ബോട്ടുകളോ കപ്പലുകളോ ഒന്നുമില്ല. അന്ന് ഏതൊരു വാഹന മൃഗമാണ് ഉപയോഗിക്കുന്നത്. ഒട്ടകമോ അല്ലെങ്കിൽ കഴുതയോ അങ്ങനെയുള്ളതായ മൃഗങ്ങളെയാണ് സാധാരണയായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരവിടെ നക്ഷത്രം കണ്ട് അവിടെ പോന്നിട്ട് എവിടെ ഒന്നറിയാവോ? പശുത്തൊഴുത്തിലാണ് യേശുവിനെ കിടത്തിയത്. ശിശു വായിക്കുന്ന യേശുവിനെ കിടത്തിയത്. പക്ഷെ അവിടെയല്ല വന്നത്. ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, ഒരു വീടിന്റെ മുകളിലാണ് ഈ നക്ഷത്രം വന്നു നിന്നത്. അവര് അവിടെ നിന്ന് യേശുവിനെ അമ്മയായ മറിയോട് കണ്ട് അവർ നിക്ഷേപപാത്രം, അവർ കൊണ്ടുവന്നതായ പൊന്നും മൂരും കുന്തിരിക്കവും അവനെ കാഴ്ചവെച്ചിട്ട് അവനെ വീണ് നമസ്കരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഇന്നും ഈ നക്ഷത്രമൊക്കെ കെട്ടിത്തൂക്കുന്നത് പുൽക്കൂടിന്റെ മുകളിലാണ് കെട്ടിത്തൂക്കുന്നത്. ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ പുൽക്കൂടിനകത്താണ് ഈ വിദ്വാൻമാരുടെയൊക്കെ ആ രൂപങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. സത്യത്തിൽ അങ്ങനെയല്ല വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അതായത് സ്വാഭാവിക ഒരു വാഹന മൃഗത്തിൽ നിന്നും ദൂര രാജ്യത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒറ്റ രാത്രി കൊണ്ടൊന്നും അവിടെ എത്തിച്ചേരുകയില്ല. അവരെത്തിച്ചേരുന്ന എപ്പോഴാണെന്നറിയാമോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വഴികാട്ടി എന്ന് പറയുന്ന നക്ഷത്രമാണ്. നക്ഷത്രം രാത്രിയിൽ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടത്. അവിടെ വന്ന് നേരെ ഒരു ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചോദിച്ചു, അതായത് രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വരുന്നത്? അപ്പൊ ഞാൻ നക്ഷത്രം കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, അവർ കണ്ടതായ നക്ഷത്രം കണ്ടതായ ആ സമയമെല്ലാം കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവരെ നമസ്കരിച്ചിട്ട് വാ, പിന്നെ ഞാനും പോയി അവരെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ തിരിച്ച് വന്ന് വിവരം പറയണമെന്ന് പറഞ്ഞാണ് ഈ വിദ്വാൻമാരെ പറഞ്ഞയക്കുന്നത്. പക്ഷെ വിദ്വാൻമാര് പോയതിനു ശേഷം തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ചെന്നില്ല. അതുകൊണ്ട് രാജാവ് കോപിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ 2:16 മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ് കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. ശ്രദ്ധിച്ചേ, അന്ന് തന്നെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? അന്ന് ജനിച്ചതായ കുട്ടികളെ, അല്ലെങ്കിൽ ആ ഒരാഴ്ച മുമ്പ് ജനിച്ചതായ ആ കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ കൊന്നാൽ മതിയായിരുന്നു. അങ്ങനെയല്ല ചെയ്തത്. ഈ 2 വയസ്സ് താഴെയുള്ളവരെ കൊല്ലിക്കേണ്ട ആവശ്യം, കുഞ്ഞുങ്ങളെ കൊല്ലിക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ശിശുവിനെ കിടത്തിയത് പശുത്തൊട്ടിയിലാണ്. എന്നാൽ പശുത്തൊട്ടിയിൽ വന്നിട്ടല്ല വിദ്വാൻമാർ കണ്ടത്, വീട്ടിലാണ്. അതായത് ഈ ജനസംഖ്യ എടുപ്പൊക്കെ കഴിഞ്ഞു, അതിൽ തിക്കും തിരക്കും ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം ഈ യോസഫ് ആ ശിശുവിനെയും അമ്മയെയും കൂട്ടി വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് ഈ നക്ഷത്രം, അവിടെ ആ വീടിന്റെ മുകളിലാണ് നക്ഷത്രം ചെന്ന് നിന്നത്. ആകയാൽ ശ്രദ്ധിച്ചേ, അപ്പൊ വിദ്വാൻമാർ പശുത്തൊട്ടിയിലല്ല, വീട്ടിലാണ് എത്തിയത്. രണ്ടാമത്തെ കാര്യം, നക്ഷത്രം പശുത്തൊട്ടിയിലല്ല, ആ നക്ഷത്രം വന്ന് നിന്നത് വീടിന്റെ മുകളിലാണ്. അടുത്തത്, യേശു ജനിച്ച രാത്രിയിൽ അവർ ബെത്ലഹേമിൽ എത്തിയില്ല. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ അവർ പശുത്തൊട്ടിയിൽ വന്നേനെ, അല്ല വീട്ടിലല്ലായിരുന്നു വരിക. നാലാമത്തെ കാര്യം, 3 വസ്തുക്കൾ അവനെ കാഴ്ചവെച്ചെങ്കിലും 3 പേരാണ് വന്നതെന്ന് പറയാനായിട്ട് ഒക്കെയല്ല. ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. 3 പേരെന്ന് പറയാനുള്ള കാരണം, എല്ലാവരും ഇന്ന് പ്രസംഗിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ 3 വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ടാണ്, 3 വസ്തുക്കൾ കാഴ്ചയായിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് 3 വിദ്വാൻമാരെന്ന് പറയുന്നത്. എന്നാൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നു. 3 ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം, എത്രയും ആകട്ടെ, അത് നമ്മുടെ ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം നമുക്ക് കാണാനുണ്ട്. എന്തിനാണ് വിദ്വാൻമാർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
യേശുക്രിസ്തുവിനെ എളിയവനും, അതായത് ധനവാനും, അതുപോലെ തന്നെ കാണുന്നത് വിദ്യാഹീനനും വിദ്യാസമ്പന്നനും, ചെറിയവനും വലിയവനും ഒക്കെ ഒരുപോലെ ആവശ്യമുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ യാതനായത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നസറത്തിൽ വന്നതായ ജോസഫിന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്, അവിടെയെങ്കിലും ജോലി ചെയ്യാൻ നിവൃത്തിയില്ല. ആകയാൽ ഇവരുടെ ഉപജീവനത്തിലുള്ളതായ മാർഗം അന്യ നാട്ടിൽ നിന്ന് ദൈവം ഇവർക്ക് വേണ്ടി കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ പൊന്ന്. ആ പൊന്ന് ഈ മാതാവിന്റെയും ഈ ശിശുവിന്റെയും ജോസഫിന്റെയും ഉപജീവനത്തിലുള്ളതായ മാർഗമാക്കി തീർത്തു. ഞാനൊരു കാര്യം പറയാം. അതായത് നീ കർത്താവിനുവേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ നിന്റെ ദാരിദ്ര്യവും നിന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നിനക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ, നിനക്കൊരു വരുമാനമില്ലാതിരിക്കുകയാണെങ്കിൽ മറന്നു പോകരുത്, നിന്റെ കാര്യം സ്വർഗം ഏറ്റെടുക്കും എന്നൊരു സംശയമില്ല. ഇന്ന് ഞാൻ എന്റെ വാക്കുകളുടെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ. അപ്പോ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-32 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആകയാൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, എവിടെ ഒരു ആഘോഷകാര്യം നടക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ അറിയണം. ഇതിന്റെ സത്യം എല്ലാം അറിയാനായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതനുസരിച്ചാണ് പോകേണ്ടത്. അതിന് പകരം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അത് യോജിച്ചതല്ല. മറ്റുള്ളവർ ആ തെറ്റ് ആവർത്തിക്കുവാൻ, വർഷങ്ങളായിട്ട് തെറ്റ് ആവർത്തിക്കുവാനിടയായിത്തീരും. അത് പാപമാണ്. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിടെ ഒരു ബെൽ ബട്ടൺ കാണും, അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആകയാൽ ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.